ക്രൈസ്തവ സഭയെ 1-ാം നൂറ്റാണ്ട് മുതൽ എടുത്ത് പരിശോധിക്കുന്ന ഒരു പഠിതാവിന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരിക്കലും സഭ സുഖലോലുപതയുടെ മട്ടുപ്പാവിലും മടിത്തട്ടിലും കിടന്ന് ഉറങ്ങി വളർന്ന ഒരു സഭയെ അല്ല പൗലോസ് തന്റെ ലേഖനത്തിലൂടെ വരച്ച് കാണിക്കുന്നത്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സ്തോത്രം ക്രൂശീകരണത്തിന് ശേഷം ആ കൂടി വന്ന ജനത്തിന്റെ നടുവിൽ അവിടിവിടങ്ങളിലായി ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ചിതറിപ്പോയവർ അവിടിവിടങ്ങളിൽ സുവിശേഷം ഘോഷിക്കുവാൻ ഇടയായി. അവിടിവിടങ്ങളിലായി കൂടി വന്ന ജനത്തിന്റെ ഇടയിൽ ആത്മാവിന്റെ ഐക്യതയുണ്ടായിരുന്നു. തന്നിമിത്തം ഉണ്ടായ ആത്മാവിന്റെ പകർച്ചയിൽ ഒരുപാട് ആളുകൾ, ജനങ്ങൾ ഓടിക്കൂടി ഈ സാന്നിധ്യത്തോട് ചേർന്ന് വരുവാൻ ഇടയായി തീർന്നു. സഭ റോമിൽ മാത്രമല്ല, യെരുശലേമിൽ മാത്രമല്ല, വിവിധ ഇടങ്ങളിലേക്ക് ചിതറുവാൻ തുടങ്ങി. ചിതറി എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അതിഭയാനകമായ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡ അന്നത്തെ ക്രൂരന്മാരായ ഭരണാധികാരികൾ അഴിച്ചുവിട്ടപ്പോഴും സഭയ്ക്ക് നട്ടെല്ല് നിവർത്തിക്കൊണ്ട് പൗലോസിന്റെ വാക്കുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇനി ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, അല്ലെങ്കിൽ മരിക്കുന്നത് ലാഭമെന്ന് പറഞ്ഞുകൊണ്ട് ധീര പടയാളിയായ പൗലോസിന്റെ വാക്കുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മെഴുകു ചുറ്റിയ തുണികൾക്കകത്ത് നീറി പുകയുമ്പോഴും ഈ വചനം താഴെ വെക്കാതെ നെഞ്ചോട് ചേർത്തു വെച്ച പാരമ്പര്യമാണ് ക്രൈസ്തവ സഭകൾക്കുള്ളതെന്ന് മറന്നുപോകരുത്.